ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സുധീഷ് ലളിത. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എമ്പുരാൻ സിനിമ അത് പൊലച്ചക്കത്തെ ഷോ കാണാൻ വേണ്ടി പോവുകയാണ്. 6 മണിക്കത്തെ ഷോ ആണ് കാണാൻ വേണ്ടി പോകുന്നത്. ഫാൻ ഷോ ആണ്, എന്താവുമെന്നറിയില്ല, നല്ല രീതിയിൽ പടം കാണാൻ പറ്റുമോ അറിയില്ല. പക്ഷെ എന്നാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഫാൻ ഷോ എങ്ങനെ ഉണ്ടാവുമെന്ന്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഫാൻ ഷോ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഫാൻ ഷോ ഒന്ന് എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാവിലത്തെ ഷോ എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. രാവിലെ 6 മണിക്കാണ് പയ്യന്നൂർ അർച്ചനയിൽ ഫസ്റ്റത്തെ ഷോ. അപ്പം അത് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാനും KVക്കും പിന്നെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ടാണ് പോകുന്നത്. പൊലച്ചക്കത്തെ ഷോ ആയതുകൊണ്ട് ഫാമിലി ഇല്ല. അപ്പോൾ നമുക്ക് നേരെ എമ്പുരാൻ കാണാൻ പോവാം. ഗൈസ്, അങ്ങനെ ഫാൻ ഷോ കാണാൻ വേണ്ടി നമ്മൾ അർച്ചനയിലെത്തിയിട്ടുണ്ട്. നല്ല ക്രൗഡായി വരുന്നുണ്ട്. ഇവിടെ 6 മണിക്ക് 3 ഷോ ഉണ്ട്. യൂണിഫോമിലൂട്ടിട്ട് രാവിലെ 6 മണിക്ക് പടം കാണാൻ വന്നിട്ടുണ്ട്.
ഗായ്സ് അങ്ങനെ എമ്പുരാൻ തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. 6 മണിക്കത്തെ ഷോ, ഫസ്റ്റ് ഷോ നമ്മൾ കണ്ടിട്ടുണ്ട്. അടിപൊളി പടമാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും മസ്റ്റായിട്ടും തിയേറ്റർ വിസിറ്റ് തന്നെ ചെയ്യേണ്ട പടമാണ്. അത്ര തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ല ഹോളിവുഡ് ലെവൽ മേക്കിംഗ് പടമാണ്. ഗായ്സ് അങ്ങനെ എമ്പുരാൻ FDFS നമ്മൾ പയ്യന്നൂർ അർച്ചന തിയേറ്ററിൽ പോയിട്ട് രാവിലെ 6 മണിക്ക് കണ്ടു. അപ്പം പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പടം ഒരു രക്ഷയില്ല, മേക്കിംഗ് അടിപൊളിയാണ്. അത് മലയാള സിനിമ ഇത്രത്തോളം വളർന്നു എന്നുള്ളത് നമുക്ക് പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാരണം അജാതി ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് പടം. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം പടം മേക്കിങ്ങും ക്വാളിറ്റി വൈസും പടം അടിപൊളിയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞാനൊരു ഭയങ്കര ഫാനോ പരിപാടിയൊന്നുമല്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നിയിട്ടില്ല കുറച്ച് കാര്യം എന്ന് വെച്ചാൽ ലൂസിഫറിനെ അപേക്ഷിച്ച് നോക്കുമ്പം എമ്പുരാനിൽ നമുക്കധികം മൊമെൻറ്റ്സ് ഇല്ല, കാര്യമായിട്ടില്ല. കാരണം നമുക്ക് ഇപ്പം കണ്ടു പരിചയമില്ല ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മുണ്ട് മടക്കി കുത്തി അടിക്കുന്ന ലാലേട്ടനെ കണ്ടാൽ നമുക്കൊരു തൃപ്തി വരുമല്ലോ. അപ്പം ഇതിൽ അങ്ങനത്തെ ഒരു മൊമെൻറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ലൂസിഫറിൽ കിട്ടിയ ആ ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടുന്ന പോലെ തോന്നുന്നില്ല. പക്ഷെ പടം തീപ്പൊരി പടം തന്നെയാണ്, അതിന് യാതൊരു കുറ്റം പറയുന്നതല്ല ഞാൻ. ഒരു ചെറിയൊരു തൃപ്തിക്കുറവുണ്ട്, പക്ഷെ എന്നാലും പടം അടിപൊളിയാണെന്തായാലും. പിന്നെ ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫറെ പറ്റി ഒന്നും പറയാനില്ല, അജാതി ഫ്രെയിമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സുജിത്ത് വാസുദേവ് ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമാണ്. അതായത് ഓരോ ഫ്രെയിമൊന്നും അങ്ങനെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അങ്ങനത്തെ ലെവൽ ഫ്രെയിമാണ് ചങ്ങായി വെച്ചിട്ടുള്ളത്. അതിനെ എന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ പൃഥ്വിരാജ് നല്ല രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പടം. പിന്നെ നിങ്ങൾ കണ്ടു നോക്കാം, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മസ്റ്റായിട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വിസിറ്റ് ചെയ്യുക. കാരണം ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസും എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ കാണണം, എന്നാലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി മോർണിംഗ് 6 മണിക്കത്തെ ഷോ കണ്ടതാണ്, പക്ഷേ അത് ഫാമിലിനെ കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് വൈകുന്നേരം 7:30 ഒന്നുകൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ രാവിലത്തെ കൂക്കുകളിയും ബഹളത്തിനിടക്ക് ചെറിയ ചെറിയ ഡയലോഗുകളെല്ലാം മിസ്സായിട്ടുണ്ട്, പക്ഷേ രാത്രിയും കാണാൻ പറ്റുമോ എന്നറിയില്ല സൗണ്ട് കാരണം, എന്നാലും നോക്കാം. അപ്പോൾ എനിക്ക് പേഴ്സണലി പടം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.